നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാരതീയ സാഹിത്യത്തിലെ അനശ്വര പ്രതിഭയായ കാളിദാസൻ രചിച്ച പ്രസിദ്ധ നാടകം ശാകുന്തളത്തിലെ ഒന്നാമണ്ണത്തിൽ നിന്നുള്ള മനോഹരമായൊരു ഭാഗമാണ്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികരുടെ മനോഭാവം ഈ പാഠഭാഗം നമുക്ക് മുന്നിൽ തുറന്നുകാട്ടുന്നു. പാഠഭാഗത്തിന്റെ സംക്ഷിപ്ത രൂപം: കാളിദാസന്റെ ശാകുന്തളം എന്ന നാടകത്തിലെ ഒന്നാം അംഗത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണിത്. ദുഷ്യന്ത മഹാരാജാവ് ഒരു മാൻപേടയെ വേട്ടയാടുന്ന രംഗത്തോടെയാണ് നാടകം ആരംഭിക്കുന്നത്. മാൻപേടയുടെ അതിവേഗത്തിലുള്ള ഓട്ടവും ഭയവും രാജാവ് വർണ്ണിക്കുന്നു. എന്നാൽ വേട്ട തുടരുന്നതിനിടയിൽ ഈ മാൻപേട ആശ്രമത്തിലേതാണ്, ഇതിനെ കൊല്ലരുത് എന്നൊരു അശരീരി കേൾക്കുന്നു. തുടർന്ന് ഒരു താപസനും ശിഷ്യനും കടന്നുവന്ന് ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനാണ് ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നും നിരപരാധിയെ ഉപദ്രവിക്കാനല്ലെന്നും രാജാവിനെ ഉപദേശിക്കുന്നു. താപസന്റെ വാക്കുകൾ കേട്ട് ദുഷ്യന്തൻ ഉടൻ തന്നെ അമ്പെടുത്ത് ഭാണ്ഡത്തിൽ വെക്കുന്നു. രാജാവിന്റെ ഈ വിനയത്തിൽ സന്തുഷ്ടനായ താപസൻ അദ്ദേഹത്തെ രാജാക്കന്മാർക്കൊരു തിളങ്ങുന്ന ഉദാഹരണം എന്ന് പ്രശംസിക്കുകയും ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കണ്വ മഹർഷി തീർത്ഥാടനത്തിന് പോയതിനാൽ അദ്ദേഹത്തിന്റെ വളർത്തുമകളായ ശാകുന്തളയാണ് അതിഥികളെ സ്വീകരിക്കാൻ അവിടെയുള്ളത്. ആശ്രമ പരിസരത്തെത്തിയ രാജാവ് അവിടത്തെ പവിത്രതയും ശാന്തതയും തിരിച്ചറിഞ്ഞ് ആഭരണങ്ങളും വില്ലും ഊരിവെച്ച് വിനയത്തോടെ പ്രവേശിക്കുന്നു. തുടർന്ന് ശാകുന്തളയും കൂട്ടുകാരികളായ അനസൂയ, പ്രിയംവദ എന്നിവരും ചേർന്ന് വൃക്ഷങ്ങൾക്ക് വെള്ളമൊഴിക്കുന്ന രംഗം കടന്നുവരുന്നു. മരങ്ങളെ സ്വന്തം സഹോദരിമാരെ പോലെ കണ്ട ശാകുന്തളയും വനജ്യോതി എന്ന മുല്ലവള്ളി മാവിനെ ഭർത്താവായി തിരഞ്ഞെടുത്തതിനെക്കുറിച്ചുള്ള കൂട്ടുകാരികളുടെ സംഭാഷണവും പ്രകൃതിസ്നേഹം വെളിപ്പെടുത്തുന്നു. ഒടുവിൽ ഒരു തേനീച്ച ശകുന്തളയെ ശല്യം ചെയ്യുന്നതും കൂട്ടുകാരികൾ ദുഷ്യന്ത രാജാവിനെ സഹായത്തിനായി വിളിക്കാൻ പറയുന്നതുമായ രംഗത്തോടെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. ഈ പാഠഭാഗത്തിന്റെ മലയാളം അർത്ഥമടങ്ങിയ മറ്റൊരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രന്ഥകർത്താവിനെക്കുറിച്ച് നോക്കാം. ക്ലാസിക്കൽ സംസ്കൃതത്തിൽ എഴുതിയ കാളിദാസൻ പുരാതന ഇന്ത്യയുടെ ഏറ്റവും മഹാനായ കവിയും നാടകകൃത്തുമാണ്. അഭിജ്ഞാന ശാകുന്തളം നമ്മൾ പഠിക്കുന്ന ഈ ഭാഗം ഉൾപ്പെട്ട നാടകം, മേഘദൂതം, കുമാരസംഭവം, രഘുവംശം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ബൈ.